ട്രിവാൻഡ്രത്ത് കുറച്ച് നാൾ നിന്നിട്ട് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പഠിക്കാനോ ആയിക്കോട്ടെ, അപ്പോൾ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ശരിക്കും ട്രിവാൻഡ്രം സിറ്റി നമ്മൾ ശരിക്കും മിസ് ചെയ്യും. കാരണം ഞാനിപ്പോൾ ടെക്നോ പാർക്കിൽ 3.5 വർഷം ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തതാണ്. വൈകുന്നേരങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞ് കനകക്കുന്ന് പാലസ്, പത്മനാഭസ്വാമി ക്ഷേത്രം. ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ റേഡിയോയുടെ ഒരു സർക്കിളുണ്ട്, അവിടെ പോയിരിക്കും. മാനവീയ വീതി വൈകുന്നേരം ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിയുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് നേരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരിക്കുന്ന ഞങ്ങളൊരു ഹാപ്പനിങ് പ്ലേസാണ് മാനവീയ വീതി. എൻജോയ് ചെയ്ത് ജീവിച്ച ഒരു ടൈമായിരുന്നു ഞാൻ. ട്രിവാൻഡ്രം സിറ്റിയുടെ പ്രത്യേകത ഇതാണ്, എല്ലായിടത്തും അതിൻ്റേതായ ഒരു ഭംഗി എപ്പോഴും നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം സിറ്റി. വെറുതെ അല്ല നമ്മൾ സാംസ്കാരിക നഗരം എന്ന് വിളിക്കുന്നത്, റിച്ചായിട്ടുള്ളൊരു കൾച്ചർ ഹെറിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നഗരം. മറ്റ് കേരളത്തിലെ ഒരു നഗരത്തിലും ഇത്രയും ഒരു ഓർഡറും ഇത്രയും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയുന്നത്. പിന്നെ ട്രിവാൻഡ്രം സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും അവിടുത്തെ ആ ഒരു നഗരത്തിൻ്റെ യാത്രകളൊന്നും മറക്കാത്ത ആൾക്കാരായിരിക്കും. എല്ലാവരും പറയുന്നത് ട്രിവാൻഡ്രം എന്നുള്ളത് ഒരു ഇമോഷൻ്റെ പേരാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്.